1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടന്നപ്പോൾ ഭാരതം സ്വാതന്ത്ര്യത്തിലേക്കും പുതിയൊരു പ്രഭാതത്തിലേക്കും ഉണർന്നു. 2 നൂറ്റാണ്ട് നീണ്ടുനിന്ന കൊളോണിയൽ ഭരണത്തിന്റെ അടിച്ചമർത്തലുകളിൽ നിന്നും മോചനം നേടിയ രാജ്യത്തെ കാത്തിരുന്നത് അത്യന്തം സങ്കീർണമായ വെല്ലുവിളികളായിരുന്നു. പട്ടിണിയും നിരക്ഷരതയും വിഭജനത്തിന്റെ മുറിവുകളും ബാക്കിവെച്ച ഒരു തകർന്ന സാമ്പത്തിക വ്യവസ്ഥയെയാണ് സ്വതന്ത്ര ഭാരതം ഏറ്റെടുത്തത്. ജവഹർലാൽ നെഹ്റു തന്റെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ആ നിമിഷം കേവലം ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം മാത്രമായിരുന്നില്ല, മറിച്ച് വൈവിധ്യമാർന്ന ഒരു മഹാരാജ്യത്തെ കെട്ടിപ്പടുക്കാനുള്ള മഹത്തായ ഒരു യാത്രയുടെ തുടക്കമായിരുന്നു. ഇന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് 8 പതിറ്റാണ്ടുകൾക്ക് അടുത്തെത്തുമ്പോൾ അന്ന് ജനിച്ച ആ റിപ്പബ്ലിക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറിപ്പോയിരിക്കുന്നു. പട്ടിണി പരിഹാരത്തിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ധാന്യ ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന ഒരു കൊച്ചു രാജ്യത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായി ഇന്ത്യ വളർന്നു കഴിഞ്ഞു. ഉന്തുവണ്ടികളും കാളവണ്ടികളും നിരങ്ങിയിരുന്ന ഇടങ്ങളിൽ നിന്ന് അതിവേഗ മെട്രോ ശൃംഖലകളും എക്സ്പ്രസ് വേകളും ഉയർന്നു കഴിഞ്ഞു. തരിശു ഭൂമികൾക്ക് മുകളിലൂടെ ഇന്ത്യ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ വലം വയ്ക്കുകയാണ്. 7 പതിറ്റാണ്ടിലേറെ നീണ്ട ഈ യാത്ര അതിജീവനത്തിന്റെയും നിരന്തരമായ പുനർജനിയുടെയും സമാനതകളില്ലാത്ത ഒരു കഥയാണ്. 1947 സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യൻ സാമ്പത്തിക രംഗം വൻ പ്രതിസന്ധിയിലായിരുന്നു. കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ചിരുന്ന രാജ്യത്ത് വ്യവസായങ്ങൾ നാമമാത്രമായിരുന്നു. ജനങ്ങൾക്ക് ആവശ്യത്തിന് ആഹാരമെത്തിക്കുക എന്നതായിരുന്നു ആദ്യ പതിറ്റാണ്ടുകളിൽ ഭരണാധികാരികൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ 1960കളിൽ ആരംഭിച്ച ഹരിത വിപ്ലവം രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയിൽ വൻ വഴിത്തിരിവുകൾ ഉണ്ടാക്കി. നെല്ലും ഗോതമ്പും വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. തുടർന്ന് 1991 നടപ്പിലാക്കിയ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ ഭാരതീയ സാമ്പത്തിക രംഗത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. ഇന്ന് ബ്രിട്ടനെയും ജപ്പാനെയും പിന്നിലാക്കിക്കൊണ്ട് ആഗോള സാമ്പത്തിക ശക്തികളുടെ മുൻനിരയിലേക്ക് ഇന്ത്യ കുതിക്കുകയാണ്. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സാമ്പത്തിക വ്യവസ്ഥയായി ഇന്ത്യ ഇന്നും തുടരുന്നു. വൻകിട വ്യവസായങ്ങൾക്ക് പുറമെ IT സേവനങ്ങൾ, ആഗോള സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ, ഉൽപ്പാദന മേഖല എന്നിവയിൽ ഇന്ത്യ പുതിയ ചരിത്രം കുറിക്കുകയാണ്. UPI എന്ന ഡിജിറ്റൽ പണമിടപാട് സംവിധാനം വഴി തെരുവോരത്തെ സാധാരണ കച്ചവടക്കാരൻ മുതൽ വൻകിട മാളുകൾ വരെ ഒരൊറ്റ ക്ലിക്കിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തുന്നു. റേഷൻ കടകളുടെ മുന്നിലെ നീണ്ട ക്യൂവിൽ നിന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ സാമ്പത്തിക ശൃംഖലയായി ഭാരതം മാറിയ കാഴ്ച അത്ഭുതകരമാണ്. വൈവിധ്യമാർന്ന ഭാഷകളും സംസ്കാരങ്ങളും ജാതിമത ചിന്തകളും നിലനിൽക്കുന്ന ഒരു ഭീമൻ രാജ്യത്ത് ജനാധിപത്യം വിജയിക്കില്ലെന്ന് പല പാശ്ചാത്യ നിരീക്ഷകരും 1947 പ്രവചിച്ചിരുന്നു. എന്നാൽ ആ പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി വളർന്നു. 1975 അടിയന്തരാവസ്ഥ പോലെയുള്ള കറുത്ത അധ്യായങ്ങളെയും പ്രാദേശിക അസ്വസ്ഥതകളെയും അതിജീവിച്ച് രാജ്യത്തെ ഭരണഘടനാ തത്വങ്ങളും ജനങ്ങളുടെ ജനാധിപത്യ വിശ്വാസവും ശക്തമായി നിലകൊണ്ടു. ഇന്ന് കോടിക്കണക്കിന് വോട്ടർമാർ പങ്കാളികളാകുന്ന ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പുകൾ ലോകം ആദരവോടെയും അത്ഭുതത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. അച്ചടിച്ച് വോട്ട് പെട്ടിയിലിട്ടിരുന്ന കടലാസ് വോട്ടുകളിൽ നിന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലേക്കും VVPAT സംവിധാനങ്ങളിലേക്കും ഭാരതം മാറി. ജനാധിപത്യ സ്ഥാപനങ്ങൾ, ഫെഡറൽ സംവിധാനങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും തർക്കങ്ങളും ഇന്നും സജീവമാണെങ്കിലും ജനങ്ങൾ വോട്ടവകാശത്തിലൂടെ തങ്ങളുടെ ഭരണാധികാരികളെ മാറ്റിയെഴുതുന്ന ജനാധിപത്യ പ്രക്രിയ ഇവിടെ വിടവില്ലാതെ തുടരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ നാളുകളിൽ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇന്ത്യക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. എന്നാൽ അന്നത്തെ ദീർഘവീക്ഷണമുള്ള തീരുമാനങ്ങൾ IIT-കളുടെയും വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ ISROയുടെയും സ്ഥാപനത്തിന് വഴിയൊരുക്കി. മാട്ടുവണ്ടിയിലും സൈക്കിളിലും റോക്കറ്റ് ഭാഗങ്ങൾ ചുമന്നുകൊണ്ടുപോയിരുന്ന ഒരു ഭൂതകാലം ISROയ്ക്കുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇന്ത്യ ഇന്ന് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായി വളർന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ചന്ദ്രയാൻ 3 പേടകം വിജയകരമായി ഇറക്കിയ ചരിത്ര നേട്ടം ഭാരതത്തിന്റെ സാങ്കേതിക മികവിന്റെ തെളിവാണ്. സൂര്യനെ പഠിക്കാനുള്ള ആദിത്യ L1 ദൗത്യവും വിണ്ണിൽ സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പുകളും ഇന്ത്യയുടെ ആത്മവിശ്വാസം വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ നിർമ്മിത ബുദ്ധി, സോഫ്റ്റ്വെയർ വികസനം, വിവര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ലോകത്തിലെ പ്രമുഖ ശക്തികൾക്ക് ആവശ്യമായ പ്രതിഭകളെ സംഭാവന ചെയ്യുന്നത് ഇന്ന് ഭാരതമാണ്. സാമൂഹികമായും സാംസ്കാരികമായും വലിയ മാറ്റങ്ങൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. സ്വാതന്ത്ര്യ സമയത്ത് തീർത്തും താഴ്ന്ന നിലയിലായിരുന്ന അക്ഷരാസ്യതാ നിരക്ക് ഇന്ന് വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു. കർശനമായ ജാതീയതയുടെയും ലിംഗവിവേചനത്തിന്റെയും ചങ്ങലകളെ ഒരു പരിധിവരെ പൊട്ടിച്ചെറിയാൻ ഭരണഘടനാപരമായ പരീക്ഷകൾക്കും സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും സാധിച്ചു. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ രംഗത്തും ഭരണതലത്തിലും സ്ത്രീകളുടെ പങ്കാളിത്തം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ വികസനത്തിന്റെ വെളിച്ചം രാജ്യത്തിന്റെ എല്ലാ മുക്കുകളിലും മൂലകളിലും ഒരുപോലെ എത്തിയിട്ടില്ലെന്ന യാഥാർത്ഥ്യവും നാം കാണാതിരുന്നുകൂടാ. നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള വിടവ്, വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വം, ജാതീയവും പ്രാദേശികവുമായ വിവേചനങ്ങൾ എന്നിവ ഇന്നും വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ട് എന്നതൊരു സത്യം മാത്രമാണ്.
ലോകത്തെ ഏറ്റവും വലിയ യുവജന സമ്പത്തുള്ള രാജ്യങ്ങളിലൊന്നായ ഇന്ത്യക്ക് അവർക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതും പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം ഉറപ്പാക്കുക എന്നതും വരും നാളുകളിലെ പ്രധാന ചുമതലകളാണ്. അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനവും സ്വാധീനവും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ശീതയുദ്ധകാലത്ത് ചേരിചേരാ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ ശ്രമിച്ച ഒരു നവാഗത റിപ്പബ്ലിക്കായിരുന്നു ഭാരതം. അന്ന് ധാർമ്മികമായ ശബ്ദമുണ്ടായിരുന്നുവെങ്കിലും ആഗോള രാഷ്ട്രീയത്തിന്റെ ഭൗതിക സ്വാധീനം പരിമിതമായിരുന്നു. എന്നാൽ ഇന്ന് ചിത്രം പൂർണ്ണമായും മാറി. G20, ബ്രിക്സ്, ഐക്യരാഷ്ട്രസഭ തുടങ്ങിയ പ്രമുഖ അന്താരാഷ്ട്ര കൂട്ടായ്മകളിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന പ്രമുഖ ശക്തിയായി ഭാരതം മാറിയിരിക്കുന്നു. ആഗോള കാലാവസ്ഥാ വ്യതിയാനം, ഡിജിറ്റൽ പൊതുസൗകര്യങ്ങൾ, അന്താരാഷ്ട്ര വ്യാപാരം, സമാധാന ചർച്ചകൾ എന്നിവയിലെല്ലാം ഇന്ത്യയുടെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ലോകശക്തികൾ ഇന്ത്യയുമായി തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിന് മത്സരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത്. 1947 മുതൽ ഇന്നുവരെയുള്ള ഭാരതത്തിന്റെ പ്രയാണം അവിശ്വസനീയമായ പ്രതിരോധത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ്. കൊളോണിയൽ ചൂഷണത്തിന്റെ അവശേഷിപ്പുകളിൽ നിന്നും പട്ടിണിയിൽ നിന്നും തുടങ്ങി ലോകത്തിന്റെ നെറുകയിൽ സ്വന്തം അടയാളം പതിപ്പിച്ച ഈ മഹാരാജ്യം ഇനിയും മുന്നോട്ട് കുതിക്കുകയാണ്. ജനാധിപത്യ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കൂടെ ചേർത്തുകൊണ്ടും മുന്നേറുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട യഥാർത്ഥ ഭാരതം പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. പാസ്റ്റിനെ വർത്തമാനവുമായി ബന്ധിപ്പിക്കുന്ന ഈ നിശ്ചയദാർഢ്യം തന്നെയാണ് നാളത്തെ ഭാരതത്തിന്റെയും കരുത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.